ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ അപ്പോളോ ടയറാണ്. അപ്പോളോ ടയർ ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു റെസിസ്റ്റൻസ് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അഥവാ അതിൻ്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ചെറിയൊരു ഇൻസൈഡ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തത് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അടുത്ത മെയിൻ സപ്പോർട്ട് സോൺ ഇതാണ്. ഓക്കെ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, അതായത് ഒന്ന് ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഓക്കെ, ഇവിടുന്ന് റിജക്ഷൻ വന്ന സ്ഥിതിക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഈ ക്യാൻഡിലിൻ്റെ ഈ ഹൈ ആണ് അല്ലെങ്കിൽ ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ശരിക്കൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ലോ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഇത് TCS ആണ്. TCS ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഈ സ്ട്രക്ചർ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ്. ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പോൾ നാളെ ഈ ഒരു ലെവല് ഈ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനെയൊരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനും നടക്കുന്നുണ്ട്. ഇത് റിലയൻസ് ആണ്. റിലയൻസ് അങ്ങനെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനൊരു ബ്രേക്ക് ഔട്ട് തരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻ നന്നായിട്ട് സപ്പോർട്ട് എടുക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ഫോളിനും ചാൻസ് കാണുന്നുണ്ട്. അടുത്തത് SBI കാർഡ്സ് ആണ്. SBI കാർഡ്സ് ഈ ഒരു സോണ് റെസിസ്റ്റൻസ് സോൺ ആണ്. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ SBI കാർഡ് നോക്കിയത്. കാരണം ഈ ഒരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ചോളിയത്തിൻ്റെ സപ്പോർട്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 840 ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റിലയൻസിൻ്റെ ലെവൽസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് നോർമൽ ഇടുക. നമ്മൾ 5 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് മാറ്റുകയാണ്. നമ്മൾ റിലയൻസിൻ്റെ ഈ ഒരു ലെവലിലാണ് വെച്ചിരിക്കുന്നത്. 2004 രൂപ 50 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഉണ്ടാകും. ഒരു നല്ല റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് റിസ്കി ട്രേഡേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് സോണിന് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു ലെവലാണ്. കാരണം ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിന് താഴത്തേക്ക് പൊട്ടിക്കും കൂടി ഇറക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ താഴത്തേക്കാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. 10 രൂപയാണ് സ്റ്റോപ്പ് ലോസ്.
നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. ഓക്കെ, 2010 റേഞ്ച്. ഇത് സെക്കൻഡ് ടാർഗറ്റ്. ടാർഗറ്റ് ചെയ്യണ്ട, ഈ ഒരു ഇതിനെ കണക്കാക്കിയാണ് വേണം കുടിക്കും കൂടി കയറ്റാം. 2009 റേഞ്ച്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് വെച്ചിരിക്കുന്നത് 2012 റേഞ്ച്. ഈ ഒരു സ്വിങ്ങിനെ കണക്കാക്കിയിട്ട് അടുത്തത് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വയ്ക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അവിടെ വയ്ക്കാം. തേർഡ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു ലെവലും വയ്ക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു സോണൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൈയിങ് സൈഡിലേക്കുള്ളത് കഴിഞ്ഞു. ഇനി സെല്ലിങ് സൈഡിലേക്കുള്ളത് 1979 താഴത്തേക്ക് നമുക്കൊരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വെച്ചു. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു സ്വിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സ്വിങ്, തേർഡ് ടാർഗറ്റ് ഈ ഒരു സ്വിങ്ങിനെ കണക്കാക്കിയിട്ട് നമ്മൾ റിലയൻസിൻ്റെ ലെവൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2004 രൂപ 45 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1979 രൂപയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. നമുക്കിനി ബാക്കിയുള്ള സ്റ്റോക്സിൻ്റെ ലെവൽസും കൂടി നോക്കാം. ഭാരത് ഫോർജ് 565 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 549 രൂപ 70 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇത് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും നൽകുന്നത്. ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് SBI കാർഡ് ആയിരുന്നു. SBI കാർഡ്സ് 844 രൂപ 40 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 829 രൂപ 10 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോളോ ടയർ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിൽ കിടന്നിട്ട് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 200 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ആവുകയാണെങ്കിൽ നല്ല രീതിയിലൊരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അഥവാ 194 രൂപ 90 പൈസ എന്നുള്ള ലെവൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഫോളിനും ചാൻസ് ഉണ്ട്. ഇത് മിക്കവാറും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഫൈനലി TCS ആണ്. TCS 2853 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 2804 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി പരിഗണിച്ചിട്ട് ട്രേഡ് എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഈ സ്റ്റോക്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ടുകൾ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് അന്നത്തെ പോലെയും ലാഭകരമായൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളോട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.